ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ചെറിയ ആസനങ്ങൾ നമുക്ക് കുറച്ചുകൂടി പഠിക്കാം. ഈ ആസനങ്ങളെല്ലാം ചെയ്ത് ചെറിയ ചെറിയ ആസനങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ബോഡിയുടെ എല്ലാ ഭാഗവും ഫ്ലെക്സിബിളായി കഴിഞ്ഞേ നമുക്ക് സൂര്യ നമസ്കാരത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. സൂര്യ നമസ്കാരമാണ് യോഗയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗാസനം. അതാണ് നമ്മുടെ ഫുൾ ബോഡിയെ ആരോഗ്യമുള്ളതാക്കുന്നത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ കാലും കൈയും എല്ലാം നല്ല ഫ്ലെക്സിബിളാക്കി എടുക്കണം. ഇന്ന് നമുക്ക് പൂർണ്ണ വജ്രാസനത്തിലിരിക്കുന്ന എങ്ങനെയെന്ന് കാണിക്കാം. കാല് നീട്ടിയിരിക്കണം. ഇതുപോലെ സ്റ്റഡി ആയിട്ട് കാല് നീട്ടിയിരിക്കണം. എന്നിട്ട് വലത്തുകാല് മടക്കി ബട്ടക്സിൻ്റെ അരികിലായിട്ട് വെക്കണം. ഈ കാലിൻ്റെ വെള്ള മേലോട്ടായിരിക്കണം. അത് കഴിഞ്ഞ് ഇതേ പൊങ്ങി ഇടത്തുകാല് വെക്കണം. ബട്ടക്സ് രണ്ട് കാലിൻ്റെയും ഉള്ളിലായിരിക്കണം. ബട്ടക്സ് ഈ രണ്ട് കാല് വെള്ളകളുടെ ഈ കാലിൻ്റെയും ഉള്ളിലായിരിക്കണം. ഇതുപോലെ കാലുകൾ മേൽപോട്ട് മലർത്തി വെക്കണം. ഈ കാലുകൾ ഈ ഫീറ്റ് പെർപെൻഡിക്കുലറായിട്ട് വെക്കരുത്. അങ്ങനെ വെക്കുന്നത് ബ്രഹ്മചര്യം ഇഷ്ടപ്പെടുന്നവരെ അങ്ങനെ, ബ്രഹ്മചര്യത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവരെ അങ്ങനെ വെക്കാവുള്ളൂ. അതിനെ സഹായിക്കുന്നതാണ് ആ പോസ്ചർ. കാലുകൾ ഇങ്ങനെ തന്നെ ഇരിക്കണം. മേൽപോട്ട് കാലുവെള്ള, മറ്റേ കാലിൻ്റെ കാൽവെള്ള മലർത്തി ഇങ്ങനെ മേൽപോട്ടായിട്ട് കൈ ഇങ്ങനെ മുട്ട വെച്ച് കണ്ണടച്ച് ഇരിക്കുക. കുറച്ച് നേരം ഇരിക്കാവുന്നത്തോളം നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നോർമൽ ബ്രീത്തിങ്ങിലാണ്. അത് കഴിഞ്ഞ് കാല് സാവധാനം നീട്ടുക. ആദ്യത്തെ വലത്തെ കാല് ആദ്യം നീട്ടുക, വീണ്ടും ഇടത്തെ കാല്, എന്നിട്ട് പുറകോട്ട് കൈവച്ച് ഇതുപോലെ അകലേക്ക് നോക്കി നോർമൽ ബ്രീത്തിങ് ഇരിക്കുക. ഇതാണ് കാലുകൾ ഇച്ചിരി അകത്തി. അതാണ് ഇതിൻ്റെ റിലാക്സേഷൻ പോസ്. ഓക്കെ.